ഇപ്പോൾ എ റഹീം എം പി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ എ റഹീം, ദയാധനം സ്വീകരിക്കാതെ ഒന്നും ചെയ്യാനാകില്ല എന്ന് കൈയൊഴിയുകയാണ് കേന്ദ്രം. നയതന്ത്ര വീഴ്ചയുടെ ഭാഗം കൂടിയായി ഇതിനെ കാണാം. നിമിഷപ്രിയ വിഷയത്തിൽ കൈയൊഴിയുന്നു മോദി സർക്കാർ. എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്? വീഴ്ചയാണത്. മറ്റൊരു കാര്യം, മനുഷ്യത്വ വിരുദ്ധവുമാണിത്. അങ്ങേയറ്റം ഈ ദയയില്ലാത്തൊരു സർക്കാരായി കേന്ദ്ര സർക്കാർ മാറിയിരിക്കുന്നു. നമ്മുടെ രാജ്യത്തെ ഒരു സിറ്റിസന്റെ ജീവൻ രക്ഷിക്കാനുള്ള നയതന്ത്ര ശക്തിയായി പോലും ഇന്ത്യക്ക് മാറാൻ കഴിയുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നരേന്ദ്രമോദി ലോക പര്യടനം നടത്തുന്നു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ശക്തിയായി ഇന്ത്യ മാറുന്നു. ഇതൊക്കെയാണല്ലോ സംഘപരിവാർ നരേറ്റീവ്. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഒരു സിറ്റിസന്റെ ജീവൻ രക്ഷിക്കാൻ ഇതുപോലെ ശക്തമായ ഒരു രാജ്യത്തെ നയതന്ത്ര സംവിധാനങ്ങൾക്ക് കഴിയേണ്ടതല്ലേ? അത് കഴിയുന്നില്ല. ഇനി ഏത് വിധേനയും ഇന്ത്യൻ പൗരന്റെ ജീവൻ രക്ഷിക്കണം, ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയണം, ജീവൻ രക്ഷിക്കണം എന്ന ഒരു ബോധത്തിലേക്ക് അവരെ എത്തിക്കാത്തത് എന്താണ്? അതിന്റെ അർത്ഥം ദയ, അനുകമ്പ, പൗരന്മാരോടുള്ള കരുതൽ, കൺസേൺ, ഇതൊക്കെ കേന്ദ്ര സർക്കാരിന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് അവർക്കൊരു അതാണ്. നേരത്തെയും ശ്രീ റഹീം, നേരത്തെയും ഇതിന് സമാനമായ രീതിയിലുള്ള ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ എടുത്തത്. ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വിദേശ നയങ്ങളിൽ വലിയ പുരോഗതി ഉണ്ടാകുന്നു, മോദിയുടെ യാത്ര, ഇതൊന്നും കൊണ്ട് ഇന്ത്യൻ പൗരന്മാർക്ക് ഒരു ഗുണവും ഉണ്ടാകുന്ന സാഹചര്യം ഇല്ല എന്ന് സംശയിച്ചാൽ തെറ്റു പറയാനാകില്ല. മാത്രമല്ല, ഇതിൽ ഇപ്പോൾ താങ്കൾ അടക്കമുള്ള, ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള ഇടതെമ്പിമാരൊക്കെ ഇതിൻ്റെ ആവശ്യം ഉന്നയിക്കുന്നു. എന്തിന് AP അബൂബക്കർ മുസ്ലിയാരെ പോലുള്ളവർ ഈ വിഷയത്തിൽ ഇടപെടുന്നു? എന്നിട്ട് കേന്ദ്രത്തിനാകില്ലേ, ഒരു രാജ്യത്തിൻ്റെ സംവിധാനത്തിനാകില്ലേ ഒരു ഇന്ത്യൻ പൗരയുടെ ജീവൻ രക്ഷിക്കാൻ യമനിൽ? ഇങ്ങനെ ചോദ്യങ്ങളില്ലേ? തീർച്ചയായും. ഇത് ഞാൻ ശ്രീ ജോൺ ബ്രിട്ടാസ്, അതുപോലെ തന്നെ ശ്രീ കെ രാധാകൃഷ്ണൻ MP, കേരളത്തിൽ നിന്നുള്ള വ്യത്യസ്ത രാഷ്ട്രീയത്തിൽപ്പെട്ടവരും, ഞങ്ങളുടെ രാഷ്ട്രീയം മാത്രമല്ല മറ്റു രാഷ്ട്രീയത്തിൽപ്പെട്ടവരും ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. ശ്രീ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറെ പോലുള്ള പണ്ഡിത പ്രമുഖരും ഇക്കാര്യത്തിൽ ഇടപെട്ടതായി വാർത്തകൾ ശ്രദ്ധയിൽ വന്നിരുന്നു. അത് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു. ഇതെല്ലാം ചെയ്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ രാജ്യത്തെ ഒരു പൗരന്റെ ജീവൻ നഷ്ടപ്പെടുന്നതിലുള്ള നമ്മുടെ ഒരു കൺസേൺ ആണല്ലോ. അത് അത്തരമൊരു കൺസേൺ കേന്ദ്ര സർക്കാരിന് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ വൈരുദ്ധ്യം. രാജ്യത്തെ ജനങ്ങളോടുള്ള ഒരു കരുതൽ നഷ്ടപ്പെട്ടു പോയ ഒരു ഗവൺമെന്റിനെയാണ്, നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഇന്ന് നമുക്ക് കാണാനാകുന്നത്. അത് ജനാധിപത്യ സമൂഹത്തിന് പ്രശ്നമല്ല. തന്നെയുമല്ല, നയതന്ത്ര രംഗത്ത് ഇന്ത്യ ഒരു പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ മാത്രമല്ല, ഇപ്പോ അമേരിക്കയുടെ ചുങ്ക പ്രശ്നമുണ്ടല്ലോ, അതില് അങ്ങനെ വിദേശകാര്യ പ്രശ്നത്തിലും നയത്തിലും ഒക്കെ തുടർച്ചയായി ഇന്ത്യ നരേന്ദ്രമോദിയുടെ കാലത്ത് പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതും ഒടുവിലത്തെ ഒരു നയതന്ത്ര പരാജയമാണ്. അതിലുപരിയായി ജനങ്ങളോടുള്ള ഒരു താല്പര്യക്കുറവാണ്. പൗരന്റെ ജീവന് ഇത്ര വിലയെ ഇവർ നൽകുന്നുള്ളൂ എന്നതാണ്. അത് ശരിയല്ല. ഞാൻ ഓർമ്മിക്കുകയാണ്, ബഹുമാനപ്പെട്ട ഷാർജ സുൽത്താൻ കേരളം സന്ദർശിച്ച സന്ദർഭത്തിൽ നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് അന്നത്തെ ആതിഥേയത്വം നടക്കുന്ന സമയത്ത് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അനുകമ്പ, കൺസേൺ. മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് എന്താണ്? വിചാരണ കഴിഞ്ഞിട്ടും തടവിൽ കഴിയേണ്ടി വരുന്ന ഷാർജയിലെ തടവുകാരെ, മലയാളികളായ തടവുകാരെ നിങ്ങൾക്ക് മോചിപ്പിക്കാൻ കഴിയുമോ എന്നാണ്. അന്ന് രാത്രിയിൽ തന്നെ അസാധാരണമായ ഉത്തരവ് ഷാർജ സുൽത്താൻ പാസാക്കുകയും നൂറുകണക്കിന് മലയാളികൾക്ക് ജയിൽ മോചനം ഉണ്ടാവുകയും ചെയ്തു. ആ ദിവസം ഞാൻ ഓർക്കുകയാണ്. എങ്ങനെ ആയിരിക്കണം ഒരു ഭരണാധികാരി? മനുഷ്യരോട്, പൗരന്മാരോട് ദീനാനുകമ്പയോടെ ഇടപെടാൻ കഴിയുന്ന ഒരു ഭരണാധികാരിയും അതിനെ പ്രേരിപ്പിക്കുന്ന രാഷ്ട്രീയവും സംഘപരിവാർ രാഷ്ട്രീയത്തിലും അതിന്റെ പ്രധാനമന്ത്രിക്കും ഇല്ലാതെ പോകുന്നു എന്നത് ഒരു താരതമ്യം ഇവിടെ ആവശ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. എങ്ങനെയായിരുന്നു സഖാവ് പിണറായി വിജയൻ ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്തത്? എങ്ങനെയാണ് ശ്രീ നരേന്ദ്രമോദി ഇപ്പോൾ ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നത്? ഒരു നിമിഷപ്രിയ അവർക്കൊരു പ്രശ്നമേ അല്ല. ഏതോ ഒരു നിമിഷപ്രിയ, ഇന്ത്യയിലെ കോടിക്കണക്കിന് മനുഷ്യരിൽ ഒരാൾ അവിടെ കിടന്നോട്ടെ, വേണമെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ടു, എത്രയോ പേർ മരിക്കുന്നു എന്ന ചിന്തയാണ് കേന്ദ്ര സർക്കാരിനെ നയിക്കുന്നത്. ഇതിപ്പോഴല്ല, ആദ്യം മുതലേ കേന്ദ്ര സർക്കാർ അത്തരമൊരു സമീപനമാണ് സ്വീകരിച്ചത്. ഇത് ശരിയല്ല. ഇത് കേട്ടിരിക്കുന്ന, കണ്ടിരിക്കുന്ന നമ്മൾ ഏതൊരാൾക്കും ബാധകമാണ്. എന്റെയും നിന്റെയും ഒരാളുടെയും ഒരു ജീവൻ രക്ഷിക്കാൻ
അല്ലെങ്കിൽ നമുക്ക് സംരക്ഷണം നൽകാൻ ഇവർ എഫർട്ട് എടുക്കുകയുള്ളൂ എന്ന് തെളിയുകയല്ലേ. നിമിഷപ്രിയയുടെ കാര്യത്തിൽ രാഷ്ട്രീയമല്ലല്ലോ. രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും സമൂഹമാകെ ആഗ്രഹിക്കുമ്പോഴും കേന്ദ്ര സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. തീർച്ചയായും താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ വിഷയത്തിൽ മാത്രമല്ല, ഇന്ത്യ നേരിടുന്ന എല്ലാ വിഷയങ്ങളിലും മോദിയുടെ ഈ വിദേശയാത്രയൊന്നും കൊണ്ട് ഒരു ഗുണവും നയതന്ത്ര തലത്തിൽ നമുക്കുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. മുൻകാലത്തെ പ്രധാനമന്ത്രിമാരെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പോലും വളരെ ലോ ആയിട്ടാണ് ഈ വിഷയങ്ങളിൽ മോദി സർക്കാരിൻ്റെ ഇടപെടൽ. ഇവിടെ വയനാട്ടിൽ വന്ന് ഫോട്ടോ സെഷൻ എടുക്കുന്നു, അവിടെ വിദേശ രാജ്യങ്ങളിൽ പോകുന്നു, സൗഹൃദം ഉണ്ടാക്കുന്നു, ട്രംപ് അടക്കമുള്ളവർ. പക്ഷേ കാര്യമായ ഒരു പുരോഗതി രാജ്യം നേരിടുന്ന വിഷയത്തിൽ, ഇന്ത്യൻ പൗരന്മാർ നേരിടുന്ന വിഷയത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് താങ്കളുടെ നിരീക്ഷണം വളരെ ശരിയാണ്. അത് ഷാർജ ഷേഖ് ഇവിടെ വന്ന് സംസാരിക്കുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ സാധ്യമായ നയതന്ത്രതയുടെ വിജയം പോലും ഈ വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അത് ശരിയായൊരു നിരീക്ഷണമാണ് റഹീം. അതെ, ഇത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ചെറിയ രാജ്യമല്ല, വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു രാജ്യമാണ്. പൊതുവെ ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ ചൂളി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ശക്തമായി നമ്മുടെ നിലപാടുകൾ പറയാനുള്ള ഒരു അവസരമുണ്ട്, ഒരു സ്പേസ് ഉണ്ട്. അത് ഇന്ത്യയുടെ ചരിത്രത്തിലുടനീളം അത് കാണാൻ കഴിയും. നമ്മുടെ നിലപാടുകൾക്ക് ലോകം ചെവി തരാറുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോഴുള്ള ദുർബലമായ രാജ്യങ്ങളെല്ലാം അക്കാര്യത്തിൽ നമ്മളെ അങ്ങനെ വകവെക്കാതെയൊന്നും ഇരിക്കില്ല. ഇന്ത്യയുടെ ശക്തി തന്നെയാണ്. അത് എക്കാലവും അങ്ങനെ. VP സിംഗിന്റെ കാലത്ത്, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. ആ കരുത്ത് പോലും മോദിയുടെ കാലത്ത് ഉണ്ടാകുന്നില്ല. ഇന്ത്യക്ക് അങ്ങനെ ഒരു സേ ഉണ്ട്. ആ സേ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രയോറിറ്റി ഇതിലൊന്നുമല്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പ്രയോറിറ്റി അദ്ദേഹത്തിന്റെ ഒരു PR എക്സർസൈസ് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഈ വിദേശ യാത്രകൾ. അല്ലാതെ രാജ്യത്തിന്റെ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അമേരിക്ക എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, എന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് എന്നാണ് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് പറഞ്ഞത്. ആ ഫ്രണ്ട് ചെയ്ത പണി എന്താ? പഹൽഗാം സംഭവത്തിന് ശേഷം, ഓപ്പറേഷൻ സിന്ദൂറെല്ലാം നടന്നതിന് ശേഷം അവിടുത്തെ സൈനിക മേധാവിയെ വിളിച്ച് ഒരു രാഷ്ട്രത്തിന്റെ തലവൻ എന്നൊരു പ്രോട്ടോകോൾ ലംഘനമാണ്. ഒരു രാജ്യത്തിന്റെ പാകിസ്ഥാന്റെ സൈനിക മേധാവിക്ക് ചോറ് കൊടുക്കുകയാണ്, വിളിച്ചിരുത്തി എന്നിട്ട് അത് അഭിമാന നിമിഷമാണെന്ന് കൂടി ട്രംപ് പറഞ്ഞു. എന്നിട്ട് അത് അഭിമാന നിമിഷമാണെന്ന് ഒരു രാഷ്ട്ര തലവൻ പറയുകയാണ്. ആ രാഷ്ട്രത്തലവൻ എന്റെ ഫ്രണ്ടാണ് എന്ന് മോദിയും ട്രംപും പരസ്പരം വിശേഷിപ്പിച്ച ആളാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു. അതിനെ തുടർന്ന് നൊബേൽ പുരസ്കാരത്തിന് പാകിസ്ഥാൻ ട്രംപിനെ ശുപാർശ ചെയ്യുന്നു. എന്തൊരു അസംബന്ധ നാടകമാണ് നടന്നത്. ട്രംപിന്റെ ആ നീക്കത്തിലൂടെ രാജ്യത്തെ മുഴുവൻ മനുഷ്യരുടെയും ആത്മാഭിമാനത്തിന് നേരെയല്ലേ ട്രംപ് കാർക്കിച്ചു തുപ്പിയത്? ഒരക്ഷരം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയാനുള്ള ഗട്ട്സ് ഉണ്ടായോ? തന്റെ ഉണ്ടായോ? ഇല്ലല്ലോ. പിന്നെ എന്താണ് ഇദ്ദേഹത്തിന്റെ ഒരു വിശ്വഗുരു എന്നാണ് ഇദ്ദേഹത്തിന്റെ നരേറ്റീവ്? ഇദ്ദേഹത്തെ കുറിച്ച് BJPയുടെ നരേറ്റീവ് ഇതാണോ വിശ്വഗുരു? എങ്ങനെയാണോ ഉണ്ടാകേണ്ടത്? നെഞ്ചുയർത്തി പറയണ്ടേ ഇത് തെറ്റാണെന്ന്? പറയാൻ എന്ത് നാവ് ഉയർന്നില്ല? ആരെ പേടിക്കുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി? ഇന്ത്യ പേടിക്കുന്നില്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി പേടിക്കുകയാണ്. തീർച്ചയായും വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് ശ്രീ റഹീം.